വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ ഓരോരോ ക്വസ്റ്റ്യൻസ്, ഓരോ ആക്ടിവിറ്റീസും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഓരോരോ ആക്ടിവിറ്റീസിലേക്കായിട്ട് പോവാം. ഫസ്റ്റ് പേജ് നമ്പർ 85 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഈച്ച് ഓഫ് ദ മൾട്ടിപ്പിൾസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ അതർ നമ്പേഴ്സ് ദേ ആർ മൾട്ടിപ്പിൾസ് ഓഫ്. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന മൾട്ടിപ്പിൾസിന് മറ്റെവിടെയെല്ലാം മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മൾട്ടിപ്പിൾസ് ഓഫ് 8. 8ന്റെ മൾട്ടിപ്പിൾസ്. 8ന്റെ എല്ലാ മൾട്ടിപ്പിൾസും വേറെ ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആണ്? 2, 4 എന്നിവയുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഏതിന്റെയൊക്കെയാണ്? ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 8 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2 and 4. അപ്പൊ ഏതാണ് മൾട്ടിപ്പിൾസ് ഓഫ് 2 and 4? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 8ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 2, 4 അല്ലെ, 2, 4 എന്നിവയുടെ മൾട്ടിപ്പിൾസ് ആണ്. സെക്കൻഡ് വൺ, മൾട്ടിപ്പിൾസ് ഓഫ് 10. 10ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം, 10ന്റെ എല്ലാ മൾട്ടിപ്പിൾസും ഏതിന്റെയാണ്? 2, 5 എന്നിവയുടെ മൾട്ടിപ്പിൾസ് ആണ്. ഏതിന്റെയൊക്കെയാണ്? അപ്പൊ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഏതാണ്? 2 and 5. മൾട്ടിപ്പിൾസ് ഓഫ് 2 and 5. നെക്സ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 12 ആണ് തന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 12 എന്ന് പറയുന്നത് 12ന്റെ ഗുണിതങ്ങൾ 2, 3, 4, 6 എന്നിവയുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 12 ആർ മൾട്ടിപ്പിൾസ് ഓഫ് ഏതൊക്കെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 2, 3, 4 and 6. ഇത്രയും സാധനങ്ങളുടെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Check whether each of the statements below is true or false. For true statement, explain why they are so. For the false statements, given an example in which it is not true. താഴെ എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കുക. ഇനി തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത്തെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിനോരോ എക്സാമ്പിളുകൾ കൂടി കാണിച്ചു തരാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത്, ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. എന്താ പറഞ്ഞിരിക്കുന്നത്? 20ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 10ന്റെ മൾട്ടിപ്പിൾസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ട്രൂ ആണ്. അപ്പൊ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 10. കാരണം എന്താ? ട്രൂ ആണ്. കാരണം 20 = എത്രയാണ്? 2 into 10 ആണ്. 2 into 10. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ ഓൾസോ മൾട്ടിപ്പിൾസ് ഓഫ് 10. നിങ്ങൾ ഇങ്ങനെ എഴുതണം, ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ ഓൾസോ മൾട്ടിപ്പിൾസ് ഓഫ് 10. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 into 10 എന്ന് വെച്ചാൽ 20 ആണ് അല്ലെ. അപ്പൊ ഇതിനർത്ഥം എന്താണ്? നമുക്ക് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 20 ആർ ഓൾസോ മൾട്ടിപ്പിൾ ഓഫ് 10. 20ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്താണ്? 10ന്റെയും മൾട്ടിപ്പിൾസ് ആണ് എന്നാണ് അതിന് അർത്ഥം. അപ്പൊ അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. 20ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 10ന്റെയും മൾട്ടിപ്പിൾസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 2ന്റെ മൾട്ടിപ്പിൾസ് ആണെന്നാ പറയണേ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. കാരണം എന്തായിരിക്കും? കാരണം എന്താണ്? സിൻസ് എന്താണ്? 2 into 5 എന്ന് വെച്ചാൽ എത്രയാണ്? 10 ആണ്. അപ്പൊ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 10 ആർ ഓൾസോ എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് 2 അല്ലെ. 10ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്തിന്റെയും മൾട്ടിപ്പിൾസ് ആണ്? 2ന്റെയും മൾട്ടിപ്പിൾസ് ആണ്. 2 into 5 10 ആണ് അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 15 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 5. 15ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 5ന്റെ മൾട്ടിപ്പിൾസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 5ന്റെ
മൾട്ടിപ്പിൾസ് ആണ്. കാരണം എന്താ, ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. കാരണം എന്താണ്, 15 3 × 5 എന്ന് പറഞ്ഞത് എന്താണ്, 15 ആണ്. അതുകൊണ്ട് 15ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്തിന്റെയും കൂടെയാണ്, 5ന്റെയാണ് അല്ലെ. 15ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 5ന്റെയും മൾട്ടിപ്പിൾസ് ആണ്. നാലാമത്തത്, all multiples of 15s are multiples of 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 15ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം 3ന്റെയും മൾട്ടിപ്പിൾസ് ആണെന്ന് പറയുന്നത്. അത് മുകളിൽ എഴുതിയത് അതേ ഇത് തന്നെയാണ് അല്ലെ. ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ, 15 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതി ഇവിടെ എഴുതി അല്ലെ. 5 × 3 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്, 15 എന്നാണ് അല്ലെ. അപ്പോ 15ന്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്തിന്റെയാണ്, 3ന്റെ മൾട്ടിപ്പിൾസും കൂടി ആണ്. 15ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തത്, ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. 5ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 15ന്റെ മൾട്ടിപ്പിൾസ് ആണെന്നാ പറയണേ. 5ന്റെ എല്ലാ മൾട്ടിപ്പിൾസും 15ന്റെ മൾട്ടിപ്പിൾസ് ആണെന്നാ പറയണേ. ആണോ? അല്ല, അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫോൾസ്, തെറ്റാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 5 ഏതൊക്കെയാണ്? 5ന്റെ മൾട്ടിപ്പിൾസ് 5, 10, 15, 20, 25, 30, 35, 40, 45 അങ്ങനെ അങ്ങനെ പോകൂലേ. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 15 ഏതാണ്? 15, 30, 45, 60, 75, 90 അതാണ് 15ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞത്. ഇവിടെ 5, 10 അല്ലെ 20, 25 ഒന്നും എന്താണ് 15ന്റെ മൾട്ടിപ്പിൾസ് അല്ല. അതുകൊണ്ട് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സിക്സ്ത് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 15. എന്താ പറഞ്ഞിരിക്കുന്നത്? 3യുടെ എല്ലാ മൾട്ടിപ്പിൾസും എന്താണ് 15ന്റെയും മൾട്ടിപ്പിൾസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആറാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണ്. കാരണം എന്താണ്, മൾട്ടിപ്പിൾസ് ഓഫ് 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ് 3, 6, 9, 12, 15, 18, 21, 24 ഒക്കെ. 15ന്റെ മൾട്ടിപ്പിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? 15, 30, 45, 60, 75, 90 എക്സെട്ര എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഏതൊക്കെയാണ്? 3, 6, 9 ഒന്നും 12, ഇതൊന്നും എന്തിന്റെ ഇതല്ല, 15ന്റെ മൾട്ടിപ്പിൾസ് അല്ല. 3, 6, 9, 12, 18, 21, 24 ഒന്നും 15ന്റെ മൾട്ടിപ്പിൾസ് അല്ല. അതുകൊണ്ട് തന്നെ therefore all multiples of 3 are not multiples of 15. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊന്നും 3യുടെ മൾട്ടിപ്പിൾ ഒന്നും 15ന്റെയും മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.